പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നല്ല പ്രസംഗങ്ങൾ മനുഷ്യ ശ്രദ്ധയെ പിടിച്ചുപറ്റും. റോഡ് സൈഡിൽ മുന്തിരി ജ്യൂസ് വിൽക്കുന്ന ഒരു ചേടുത്തിയുടെ കടയിലേക്ക് ചെല്ലാം. ഇടിമുഴക്കം പോലെ വിശുദ്ധ അന്തോനീസ് അടുത്ത് പ്രസംഗിക്കുന്നത് അവർ കേട്ടു. അതിനിടയിൽ വിശുദ്ധൻ ഒന്ന് ചുമച്ചു. ആ ചെടുത്തി ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് പകർന്ന് മകന്റെ കയ്യിൽ ഉടനെ കൊടുത്തു വിട്ടു. എന്നാൽ പ്രസംഗ ലഹരിയിൽ മുന്തിരി ജാറിൻ്റെ ടാപ്പടയ്ക്കാൻ മറന്നുപോയി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ഇതാ മുന്തിരി ജ്യൂസ് മുഴുവൻ ഒഴുകിപ്പോയിരിക്കുന്നു. അവർ അലമുറയിട്ട് കരഞ്ഞു. കാരണം അന്നത്തെ ഉപജീവന മാർഗമാണ്. നന്ദി പറയാൻ വിശുദ്ധൻ അടുത്തെത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ തൻ്റെ സങ്കടം മുഴുവൻ ചെടുത്തി പറഞ്ഞു. പെട്ടെന്ന് വിശുദ്ധൻ പറഞ്ഞു, ഞാൻ ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ ജാറിൽ മുന്തിരിച്ചാറ് നിറയുന്നുണ്ടായിരുന്നു. ചെടുത്തി പെട്ടെന്ന് ജാറിലേക്ക് നോക്കി. ഇതാ മുന്തിരി ജ്യൂസ് വക്കുവരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-42 തിരുവചനം. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അനേകർക്ക് നന്ദിയോടെ നന്മകൾ പ്രവർത്തിക്കാനും ദൈവത്തിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കണ്ടേ? ദൈവത്തോട് കൃതജ്ഞത ഉള്ളവരായിരിക്കാം. കാരണം ഏത് ചെറിയ പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം നമുക്ക് തരും. നമുക്ക് പ്രത്യാശയോടെ നന്മകൾ ചെയ്യാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നന്ദി.